ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. BJPക്ക് വേണ്ടി കോൺഗ്രസ് ഭരണം നിർവഹിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നത് ഇന്നൊരു ആരോപണം മാത്രമല്ല, വ്യക്തമായി കഴിഞ്ഞൊരു വസ്തുതയാണ്. അതാണ് നിങ്ങളുടെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി ഒരു ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. അന്ന് തന്നെ ഈ വിമർശനം ഉയർന്നു വന്നതുമാണ്. ഇപ്പോൾ അത് പൂർണ്ണതോതിൽ ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രതികരണമാണ് ലോക് ഭവൻ്റെ നിർദ്ദേശമാണെന്നുള്ളത്. പക്ഷേ ലോക് ഭവൻ അതിലിപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, നയപ്രഖ്യാപന പ്രസംഗം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിക്കുന്ന കാര്യം, ഇങ്ങനെ എണ്ണിപ്പറയാവുന്ന 100 കാര്യങ്ങളിൽ ഈ 3 മാസത്തിനിടയിൽ സംഘപരിവാർ താൽപ്പര്യമാണ് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി സർക്കാരിൻ്റെ നയം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നു എന്ന് മാത്രമല്ല, ലോക് ഭവൻ്റെ നിർദ്ദേശമാണെന്നുള്ളത് തെറ്റാണെന്നും വന്നിരിക്കുന്നു. ലോക് ഭവൻ അങ്ങനെ വല്ല നിർദ്ദേശവും കൊടുത്താൽ അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്വമാണ് ഒരു ജനാധിപത്യ സർക്കാരിനുള്ളത്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട UDF സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത് സംഘപരിവാർ നയമാണ്, RSS നയമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. RSSനു വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഭരണമാണ് കേരളത്തിലെ ഭരണം. അതിനെ എല്ലാ മതനിരപേക്ഷവാദികളും എതിർക്കേണ്ടതാണ്. അതിനെതിരായി കേരളീയ മനസാക്ഷി ഉയർന്നു വരിക തന്നെ ചെയ്യും. അതെ, അതും ഇതിൻ്റെ ഭാഗമാണ്. സവർക്കർ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ പഥികരിൽ ഒരാളാണ്. ഇന്ത്യൻ വർഗീയതയ്ക്ക് വിത്തുപാകിയവരിൽ ഒരാളാണ്. അത് ഈ നാട് ശരിയായി തിരിച്ചറിയുന്നുമുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ വർഗീയതയും അതുപോലെ വിദ്വേഷവുമെല്ലാം വമിപ്പിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ചതായിട്ട് കേരളത്തിലെ ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ്. ആ പാതയിലാണ് കേരളത്തിലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്നതിൻ്റെ സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ.